പണ്ടത്തെ മക്കളെ വളർത്തിയ പോലെ പോസിബിളേ അല്ല ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുക. കാരണം നമുക്ക് അതിൻ്റേതായ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും പിള്ളേർക്കാലും ആർക്കാലും അത് കള്ളത്തരത്തൂടെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. എല്ലാം പുതുതാണ്, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താൽ അവന് നല്ലതാണ്, എന്ത് ചെയ്താൽ മോശം വരില്ല എന്നല്ലേ നമ്മൾ ചിന്തിക്കാം. കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് ഫോൺ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയും, പക്ഷെ അത് പോസിബിൾ അല്ല. അവൻ കാണുന്നത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഫോണില്ലാണ്ട് നമുക്ക് പറ്റില്ല. നമ്മൾ പലതും ചെക്ക് ചെയ്യുന്ന ഫോണിലാണ്. അവനും അത് കണ്ടിട്ടാണ് വളരുന്നത്. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്ലസ് ഫോണ് നമുക്ക് ഫുൾ ടൈം അവൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റാനും നമുക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണോ എന്ന്. നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുമ്പം എല്ലാ ഇൻ്റർവ്യൂസും നമുക്ക് അത്ര ഒരു വൈബ് കണക്ട് ചെയ്യണമെന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ സാരി കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി പാവ കുട്ടീനെ ഹെയറിലാക്കണ്ട നീ, എനിക്ക് നിന്നെ മാത്രം മതിയേടി. സൈന എന്നൊക്കെ പറയാൻ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഒരു ബ്രാൻഡ് അല്ലേ? ഇല്ലടി 40 വയസ്സ് ഇതിനാടി, എനിക്കല്ല. ഞാൻ ചെറുപ്പത്തില് സൈന വന്നിട്ട് കൊറേ വർഷങ്ങളായി. ഞാൻ ആദ്യം പോയപ്പോ തന്നെ അത് കണ്ടപ്പോ ഞാൻ തളർന്നു. മെരിക്കും ഒരു ഏട്ടനെ പോലെ തന്നെയായിരുന്നു. അവിടെ പോയപ്പോൾ നമ്മൾ ആകെ ഇമോഷണലായി. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ വന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചതാ. എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സും എന്നെ വിട്ടുപോയി. അതായിരുന്നു ഞാൻ ഭയങ്കര കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, എല്ലാവരോടും സംസാരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണല്ലോ. ഫ്രണ്ട്ഷിപ്പ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മളുടെ നെഗറ്റീവ് സൈഡ് അറിഞ്ഞിട്ടും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം റീച്ച് ഉണ്ടായിട്ടില്ലല്ലോ വീഡിയോ ഇട്ട് തുടങ്ങിയത്. റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അയ്യോ എൻ്റെ റീച്ച് പോയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നെക്സ്റ്റ് ബെസ്റ്റ് ഐഡിയ വെച്ചിട്ട് ചെയ്യുക. അപ്പം ഈ റീച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ചില ബ്രാൻഡ്സ് നമ്മളെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റാണ് ഇടുന്നുണ്ടെങ്കിൽ അതും കുറേ ഫോളോവേഴ്സും കുറേ റീച്ച് ഉണ്ടായിട്ടും കാര്യമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പം നിങ്ങളും ആദ്യമായിട്ട് ഒരു പാരന്റ് ആവുകയാണ്, കുട്ടിയുടെ കൂടെ തന്നെ നിങ്ങളും ഒരു പാരന്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാരന്റ് ആയ സമയത്ത് നിങ്ങളെ എങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ പാരന്റ്സിനെ പോലെ അല്ല, ചില കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരും. പുതിയ കുട്ടികളാണ്, പണ്ടത്തെ പോലെയല്ല. സോ ഒരു പാരന്റ് എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ വളർന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഗാഡ്ജറ്റ്സിൻ്റെ ഒരു വേൾഡിലല്ലേ, ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പണ്ടത്തെ മക്കളെ വളർത്തിയ പോലെ പോസിബിളേ അല്ല ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുക. കാരണം നമുക്ക് അതിൻ്റേതായ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി മാറി. പണ്ടൊക്കെ പിള്ളേർക്ക്, ഞാനൊക്കെ വളർന്നത്, ഇപ്പം നിങ്ങളൊക്കെ വളർന്നത് മുറ്റത്തും ചളിയിലും പാടത്തും മഴയത്തും എല്ലാം കളിച്ചിട്ടല്ലേ. ഇപ്പൊ കുറെ മക്കൾക്ക് കളിക്കാൻ മുറ്റമുണ്ടോ? ഈ വീടെടുക്കാൻ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത മുറ്റം വേണമെന്നായിരുന്നു കേട്ടോ. അപ്പം എല്ലാ കാലത്തും കാര്യങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം നമ്മളത് അഡാപ്റ്റ് ചെയ്തു. പിന്നെ മിരിയോന്റെ കാര്യം എന്ത് വരുമ്പോൾ നമ്മൾ ChatGPT-നോട് ചോദിക്കും, ഓൾറെഡി കുട്ടികളുള്ള ആൾക്കാരോട് ചോദിക്കും ഇതെങ്ങനെയാണ്, ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള അഡ്വൈസ് ചോദിക്കും. അങ്ങനെ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ നമ്മളും കംപ്ലീറ്റ് അവൻ പഠിക്കുന്ന പോലത്തെ നമ്മളും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാം. പക്ഷെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് റീചെക്ക് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു റോങ് ഡിസിഷൻ എടുക്കാതെ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മിരീന്റെ കാര്യം എങ്ങനെയാ? അതെ, എല്ലാം പുതുതാണ്, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താൽ അവന് നല്ലതാണ്, എന്ത് ചെയ്താൽ മോശം വരില്ല എന്നല്ലേ നമ്മൾ ചിന്തിക്കാം. പിന്നെ എല്ലാവരുടെയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇങ്ങനെ ഉപദേശം തരും. കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് ഫോൺ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയും, പക്ഷെ അത് പോസിബിൾ അല്ല. അവൻ കാണുന്നത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഫോണില്ലാണ്ട് നമുക്ക് പറ്റില്ല. നമ്മൾ പലതും ചെക്ക് ചെയ്യുന്ന ഫോണിലാണ്. നമ്മൾ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഫുൾ ടൈം ഫോണിലായിരിക്കും. ഇതൊക്കെ അവൻ കാണുകയാണ്, അവനും അത് കണ്ടിട്ടാണ് വളരുന്നത്. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്ലസ് ഫോണ് നമുക്ക് ഫുൾ ടൈം അവൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റാനും നമുക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണോ എന്ന്. കുറച്ച് സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത്ര ടൈം യൂസ് ചെയ്തോ എന്നുള്ള ഒരു കൺട്രോൾ വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഭയങ്കര കൺട്രോളിങ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളെപ്പം ഭയങ്കര റെസ്ട്രിക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും പിള്ളേർക്കാലും ആർക്കാലും
അത് കള്ളത്തരത്തൂടെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ നമ്മളത് ഓപ്പണായി സംസാരിച്ച് കുട്ടികൾക്ക് അതിനേതായ ഒരു ഫിക്സ് ടൈം വെക്കാം. ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവർക്ക് ഷാഡിയും കൂടും, ടാൻഡ്രംസ് കൂടും. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം ഇത്ര ടൈം കണ്ട അവൻ വന്ന് ചോദിക്കും പപ്പ ഒച്ച പൈസ, അപ്പം കൊടുത്തിട്ട് കുറച്ച് സമയം ടൈം പറയും. ഓക്കെ, അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇൻഫ്ലുവൻസർ ലൈഫ് എങ്ങനെയാ? ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരു സെലിബ്രിറ്റി ലൈഫാണ് ഇപ്പൊ ഇവര് ആർഭാട ജീവിതം. എന്താണ് ശരിക്കും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസർ ജീവിതം എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ? ഇൻഫ്ലുവൻസർ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ജോബാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആൾക്കാർ ഇതൊരു പ്രൊഫഷൻ ആണെന്നുള്ള അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് കമൻസും ഇങ്ങനത്തെ ഒക്കെ കാര്യം. ഇത് ആക്ച്വലി ഇതൊരു ഫുൾ ടൈം ജോബാണ്. ഒരു ഡെഫിനറ്റ്ലി വളർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മേഖലയിൽ ഏറ്റവും ജോബ് സാധ്യതയുള്ള ഒരു മേഖലയാണ് കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഇപ്പം മൂവിക്ക് ഫിലിം ആക്ടേഴ്സ്, ടി വിയിൽ ടി വി ആക്ടേഴ്സ്, അതേപോലെ നമ്മുടെ റീൽസ്, ഷോർട്സ്, യൂട്യൂബ്, ഇതൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത്. ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയപ്പം ഏറ്റവും ആദ്യം അവർ അപ്രോച്ച് ചെയ്ത് ടിക്ടോക്കിൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടിക്ടോക്കിൽ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ്മാരുടെ അടുത്ത് അവർ ആദ്യം റീച്ച് ഔട്ട് ചെയ്തത്. അവർ ന്യൂസ് ചാനലിൻ്റെ അടുത്തല്ല പോയത്, അവർ ആക്ടേഴ്സിൻ്റെ അടുത്തല്ല പോയത്. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോരോ ആൾക്കാരുണ്ട്. അപ്പം ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇതിനുള്ള കോഴ്സസ് ഒക്കെ സ്റ്റാർട്ടായിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൻ്റെ കോഴ്സസ് സ്റ്റാർട്ടായിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ടായി, കോണ്ടന്റ് ക്രിയേഷൻ കോഴ്സസ് ഉണ്ട്. ഇനി പോകെ പോകെ അത് കൂടിക്കൂടി വരും. ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന ഈ പരസ്യങ്ങളും മൂവീസ് ഒക്കെ ഇപ്പം വരുന്നത് OTT-യിൽ എത്തിയില്ലേ? ഇനിയിപ്പം റീൽസിൽ കൂടിയും കുറേ അധികം ഷോർട്ട് മൂവീസ് ഒക്കെ വരാറ്. ഇത് ഫുൾ ടൈം ക്രിയേറ്റർ ജോബാണ്. എല്ലാ ജോബിലും ആളുകളിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എത്തിക്കണം, അത് നമ്മളുടെ സോഷ്യൽ മീഡിയ വഴിയല്ലേ ഇപ്പം നടക്കുന്നത്. ഈവൺ ഒരു ബ്രാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും എന്തെങ്കിലും ഇപ്പൊ ഒരു എമർജൻസി വന്നു, ബ്ലഡ് വേണം അല്ലെ വേറെ എന്തെങ്കിലും വേണം, നമ്മൾ പെട്ടെന്ന് റീലും സ്റ്റോറിയും ഒക്കെ ഇടുന്നില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളിടുമ്പോൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റാർസും ടി വി സ്റ്റാർസ് എന്നാലും അവര് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നതിനേക്കാൾ അവരെ കാണുന്നത് വലിയ ബിഗ് സെലിബ്രിറ്റി ആയിട്ടാണ്. പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാർ വീട്ടിലുള്ള ഒരു അനിയനോ ഏട്ടനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ഫ്രണ്ടോ രീതിയിൽ നമ്മളോടുള്ള അപ്രോച്ചും അങ്ങനെ തന്നെയാണ്. ഫിലിം സ്റ്റാർസിനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും കംഫർട്ട് സോൺ അവർക്ക് കിട്ടണമെന്നില്ല. അവരുടെ സെക്യൂരിറ്റി ഉണ്ടാവും, അവരുടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ പോകുമ്പം അവർക്ക് അത്രയും കണക്റ്റഡ് ആണ്. നമ്മളോട് സംസാരിക്കുന്ന രീതിയും ഒരു വീട്ടിലുള്ള ആളെ പോലെയാണ്. അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ വീട് എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വീട് കാണാനും നമ്മളെ കാണാനും വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അയ്യോ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നിൽക്കാതെ അവര് വെൽക്കമിങ് ആയ ഭയങ്കര വെൽക്കമിങ് പോലെ വരുന്നത് ആക്ച്വലി അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ എല്ലാ ജോലിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. മോർണിംഗ് 9 to 6 അല്ലെങ്കിൽ 10 to 7 ആ ഒരു ടൈം ഉണ്ട്. കണ്ടന്റ് ക്രിയേഷനിൽ അങ്ങനെ ഒരു ടൈം ഇല്ല. എല്ലാ ദിവസവും നമ്മൾ ജോലി എടുക്കണം. ഇപ്പം നമ്മളൊരു റീലിൽ ഒരു 10 റീൽ ചെയ്തിട്ട് വൈറലായി കഴിഞ്ഞാൽ ഞാനിപ്പം ഭയങ്കര ഫേമസ് ആയി, ഞാൻ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ആയി, ഇനി റിലാക്സ് ചെയ്യാന്ന് വിചാരിക്കുമ്പം അവിടെ തീർന്നു കഥ. നമ്മൾ 5 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ മറക്കും. കാരണം ഓരോ ദിവസവും റീൽസിലായാലും യൂട്യൂബിലും ഓരോ സെക്കൻഡിലും ഓരോ ടാലന്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓരോരാള് വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ വൈറലായി, ഇനിയിപ്പം എനിക്കിങ്ങനെ ഇൻകം വന്നുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് അവിടെ തിരി. ഇപ്പം ഒരു ബുക്കിൻ്റെ മുകളിൽ 10 ബുക്ക് വന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ബുക്ക് ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? എക്സാക്ട്ലി അതേപോലെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പം നമ്മൾ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെ ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഫേമസ് ആയാലും അത്രയും ക്രിയേറ്റീവായിട്ട് നമ്മൾ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പല ആൾക്കാർ ചെയ്യുന്ന കോണ്ടന്റ് പല ടൈപ്പാണ്. ലൈഫ് സ്റ്റൈൽ ഉണ്ട്, കോമഡി ഉണ്ട്, ട്രാവൽ, ഫുഡ്, ഫാഷൻ, അങ്ങനെ പലതും ഉണ്ട്. ഒരാളുടെ എക്സ്പെർട്ടൈസ് എങ്ങനെയാണോ അതനുസരിച്ച് അവർ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മളൊരു വേഴ്സറ്റൈൽ ക്രിയേറ്റേഴ്സ്, നമ്മളെല്ലാം ചെയ്യും. ഡാൻസും ചെയ്യും, കോമഡിയും ചെയ്യും, ലൈഫ് സ്റ്റൈലും ചെയ്യും, ട്രാവലും ചെയ്യും, ഫുഡും ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാം പോകും, എല്ലാം ഈ പ്ലേറ്റിൽ വരും. അത് എത്രയും ബെസ്റ്റ് ആയിട്ട്, എത്രയും ക്രിയേറ്റീവ് ആയിട്ട്, എത്രയും കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഓഡിയൻസിൽ എത്തിക്കാൻ പറ്റുന്നു, അതായിരിക്കും നമ്മുടെ സക്സസ്ഫുൾ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞു മക്കളും പിന്നെ ഫീമെയിൽ ഓഡിയൻസ് ആണ്. അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സംസാരിച്ച് വരുമ്പോ ചേച്ചി കുറച്ചും കൂടി സംസാരം കുറവാണെങ്കിലും ആളുടെ കൂടെ കൂടിയിട്ടാണോ സംസാരിക്കുക ഇത്രയും പഠിച്ചേ? ഞാൻ ആക്ച്വലി ഒട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതെ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഇട്ട് ഞാൻ നന്നായി സംസാരിക്കും. ഇല്ലാണ്ടെങ്കിൽ
നീ മിണ്ടിയില്ലേ ഞാനും മിണ്ടൂല അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ മിത്തേട്ടനും അങ്ങനെയല്ല. മിത്തേട്ടനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പക്ഷേങ്കില് ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പം എന്തായാലും നിങ്ങൾ നമ്മളെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാനാ വരുന്നത്, അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാ വരുന്നത്. അപ്പൊ ആൾ അങ്ങോട്ടേക്ക് കയറി സംസാരിക്കും. മിത്തേട്ടൻ തന്നെ ഫസ്റ്റ് ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ നോക്കും. അത് നന്നായിട്ട് സംസാരിക്കും. പിന്നെ തുടങ്ങിയാ നിർത്തത്തില്ല. ഞാൻ ഇന്ന് റഫീനോട് പറയാം, നമ്മളെ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാൽ എൻ്റെ പപ്പേൻ്റെ വീട്ടിലെ ഒരു പ്രത്യേകതയാണ്, ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭയങ്കര വെൽക്കമിങ്. പിന്നെ എല്ലാ ഇമോഷൻസും ഭയങ്കര എക്സ്പ്രസീവായിട്ട് ചെയ്യും. ഇപ്പം അറിയുന്ന ആൾ വരണം, നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മയായാലും മൂത്തച്ഛനായൊക്കെ അവരാദ്യം ചെയ്യുന്നത് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ആശീർവാദമൊക്കെ കൊടുത്ത് മുർദാവിലൊരു ഉമ്മ ഒക്കെ കൊടുത്ത് അങ്ങനെയാ അവര്. ഞാനിപ്പം അതൊക്കെ കണ്ട് പഠിക്കണം. എന്നാലും ഒരു പോസിറ്റീവ് എനർജി നമ്മളിങ്ങനെ ഷെയർ ചെയ്യില്ലേ. ഞാനൊക്കെ അത് ഇപ്പൊ പഠിച്ചു വരുന്നു. ഞാനിപ്പം ഇവര് പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും കംഫർട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മിത്തേട്ടൻ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറയും, മിത്തേട്ടാ നിങ്ങള് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാല് മപ്പേനെ മറച്ച് കടുക്കുമല്ലോ, അങ്ങനെ സംസാരിക്കും മിത്തേട്ടൻ. മിരിയടക്ക് പറയും, ഓ മിലിയോന്റെ ഒക്കെ കഷ്ടകാലം, ഇയാള് വയസ്സായിട്ടുണ്ടെ പിന്നെ എനിക്ക് നിക്കേണ്ടി വരില്ല, വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു പറയും. ബേബി ആരെ പോലെ ശരിക്കും നിങ്ങള്? മിലിയോ ആക്ച്വലി കാണാൻ എന്നെ പോലെയാ. അതെ. പക്ഷേങ്കില് കുരുത്തക്കേട് മൊത്തം കിട്ടിയത് എന്റെ അനിയത്തിന്റെയാ. എന്റെ അനിയത്തി ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ പറയും, മിലിയോ കാണാൻ കംപ്ലീറ്റ് എന്നെ ചുരുളമുടി, മിത്തേട്ടനും ചുരുളമുടി ആയിരുന്നു. പിന്നെ ഒരു ഫേസ് എനിക്ക് തോന്നുന്നു എന്ത് തന്നെ, എനിക്ക് എപ്പോഴും ഇപ്പൊ അങ്ങനെയാ തോന്നല്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് മിരീനെ പോലെ ചുണ്ടൊക്കെ കാണുമ്പോൾ. പക്ഷെ എങ്കിലും കുരുത്തക്കേട് മിത്തേട്ടന്റെ എന്റെയും കിട്ടിയിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു സൈലന്റ് ആയിരുന്നു. എന്റെ അനിയത്തി ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പൊ ആ ഒരു സാധനം അവന് കിട്ടിയിട്ടുള്ളത്. ഇനി വളർന്നു വരുമ്പോ ആരൊക്കെ വരുമെന്ന് എനിക്ക് ഇങ്ങനെ വിചാരിക്കും. അമ്മേനോട് ഞാൻ പറയാം, അമ്മ ഞാനും ഇത്ര കുരുത്തക്ക് ഇത് എവിടെ നിന്ന് അമ്മ ഈ സാധനം ഓരോന്ന് ചെയ്ത് കണ്ടാലേ. ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ഇങ്ങനെ, നമുക്ക് രണ്ടാൾക്ക് ടെൻഷൻ, എടി കുട്ടികളൊക്കെ ഇങ്ങനത്തെ. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ മക്കളെല്ലാം വിളിച്ചിട്ട് ചോദിക്കും, എടാ ഇത് ഇങ്ങനെയായിരിക്കും, അവരുടെ പിള്ളേരാരാ അങ്ങനെ. പക്ഷേങ്കിലേ ഈ പിള്ളേര് ഇത്ര കുരുത്തൊക്കെ കളിച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു അസുഖങ്ങളൊക്കെ വരുമ്പോ സൈലന്റ് ആവില്ലേ. എന്റെ ദൈവമേ, നമ്മളല്ലാണ്ടായി പോകും. അവനൊക്കെ. പിന്നെ മിലിയോ ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാ നമ്മുടെ വീട്ടുകാരെന്നൊക്കെ. മിലിയോ അങ്ങനെയാ. ഉറങ്ങുമ്പോ ഒക്കെ ഇല്ലേ രണ്ടാളും ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്. രണ്ടാളും ഇങ്ങനെയൊക്കെ പിടിച്ച് അപ്പൊ ചോദിക്കും, പപ്പേനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം, പപ്പയും ഇഷ്ടം അമ്മയും ഇഷ്ടം, രണ്ടാളും ഇഷ്ടം, അങ്ങനെയൊക്കെ. പിന്നെ രണ്ടുപേർക്കും എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും, മൊബൈലൊക്കെ അവിടെ വെച്ചോണ്ട് വന്നിട്ട് രണ്ടുപേർക്കും ഒരു ഉമ്മയൊക്കെ തരും. അതൊക്കെ ഒരു സ്വർഗം കിട്ടുന്ന പോലെയാ. ഇന്നലെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഇപ്പൊ അവൻ പറഞ്ഞ കാര്യം ഞാനിപ്പോ ചെയ്തു കൊടുത്താല് അപ്പാട് വന്ന് എനിക്കൊരു ഉമ്മ വരും. അതൊക്കെ നമ്മള് ചില കാര്യങ്ങൾ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള സംസാരം. അപ്പൊ ഞാൻ ഇന്നലെ എന്റെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു മിലിയോ. അപ്പൊ ഞാൻ എന്തോ ഫോണിൽ ചെയ്യാം. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ 4ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മേ അമ്മേ അമ്മേ, എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നത്, നമുക്ക് കേൾക്കുന്നില്ലേന്ന് എന്റെ അടുത്ത്. രാത്രിത്തെ കാര്യം രാത്രി ഞാൻ ഉറക്കത്തായിരുന്നു. രാത്രി ഇവളെ ഇത് പിന്നെ പോത്തുറങ്ങുന്ന പോലെ ഉറങ്ങും. അതിലൊക്കെ കുറെ കഥകളുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു അനക്കം കേട്ടാൽ ഞാൻ എണീക്കും. ഞാൻ നോക്കുമ്പോ മിലിയോ ബെഡിൽ എണീച്ച് നിൽക്കുക, കണ്ണ് പൂട്ടിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഞാൻ മിലിയോനെ പിടിക്കും. അപ്പൊ ഇങ്ങനെ. അപ്പൊ ഞാൻ മിലിയോനെ പിടിച്ചു. അപ്പൊ മിലിയ എന്റെ അടുത്ത്, പപ്പ 8 പ്രാവശ്യം വിളിച്ച് മൂത്തൊഴിച്ചില്ലേ. ആളോട് മുള്ളിപ്പോയി, പക്ഷെ ഡയപ്പർ ഇട്ടിന് ലീക്കായി, ഇപ്പൊ ഫുള്ള് നനച്ചിന്. അപ്പൊ പപ്പ മാറ്റി തരുമോ, ഭയങ്കര റിക്വസ്റ്റാ. കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാം റിക്വസ്റ്റാ, ഓർഡർ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണം അങ്ങനെയല്ല, എല്ലാം റിക്വസ്റ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്തു കൊടുത്തു. അപ്പൊ ഞാൻ രാത്രി എണീറ്റ് കൊണ്ടുപോയി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കടത്തി. എന്നിട്ട് എപ്പോഴും പപ്പ ഇങ്ങോട്ട് കിടക്കുക, അമ്മേനെ ഇങ്ങോട്ട് കിടക്കുക, രണ്ടുപേരും കൊത്തിപ്പിടിച്ച് കിടക്കുന്നു. അതൊക്കെ ഉണ്ടല്ലോ ഒരു ഫീലാണ് ആക്ച്വലി. ഈ റീച്ച് ഉണ്ടല്ലോ, ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് ഏതിട്ടാലും അതിന് റീച്ച് ഇത്ര ശതമാനം ഉണ്ടാവും നമുക്കറിയാം. ഈ റീച്ചിന്റെ കൂടുതൽ കുറയുന്നത് നിങ്ങളത് വേഴ്സായിട്ട് ബാധിക്കാറുണ്ടോ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വീഡിയോ വൈറൽ ആയി കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് കണ്ടന്റ് കണ്ടുപിടിച്ച് അത് പോസ്റ്റ് ചെയ്യണം. പിന്നെ റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അയ്യോ എൻ്റെ റീച്ച് പോയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നെക്സ്റ്റ് ബെസ്റ്റ് ഐഡിയ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ആദ്യം റീച്ച് ഉണ്ടായിട്ടില്ലല്ലോ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഈ ചില ആൾക്കാർ പറയുന്നത് ആദ്യമൊക്കെ കുറച്ച് ഫോളോവേഴ്സും റീച്ചൊക്കെ വന്നിട്ട് കണ്ടന്റ് ചെയ്യാം. ഇതിപ്പം പരീക്ഷ എഴുതുന്നതിനെക്കാട്ടും മുന്നേ റിസൾട്ട് വന്നിട്ട് ഞാൻ പരീക്ഷ എഴുതാന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം എല്ലാവർക്കും
അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം റീച്ച് പോയി കഴിഞ്ഞാൽ അഥവാ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൈ ചാൻസ് പല കാരണം കൊണ്ട് റീച്ച് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റ് ചെയ്യാം ഒന്ന് നമ്മളുടെ ബ്രാൻഡ്സ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ എല്ലാവരും കേൾക്കാം ഇവർ റീൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പൈസ കിട്ടും. അങ്ങനെയല്ല. ആക്ച്വലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു 5 പൈസ നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ഈ റീച്ച് കാണുമ്പോൾ, നമ്മുടെ ക്വാളിറ്റി കാണുമ്പോൾ, നമ്മുടെ കണ്ടന്റിൻ്റെ ഒരു ഇത് കാണുമ്പം പല ബ്രാൻഡ്സും നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പം ആ ബ്രാൻഡിന് നമ്മളൊരു വർക്ക്, ഇപ്പം നമ്മൾ പരസ്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ പറയുന്നൊരു പേയ്മെൻറ്റ് അവർ ഓക്കെ ആകും, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഈവൻ യൂട്യൂബിൽ പോലും നമുക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. ഇപ്പം ആ ഒരു റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എവ്രി ഡേ നമ്മൾ കണ്ടന്റ് ഇടുമ്പോഴാണ് നമുക്കൊരു എമൗണ്ട് ഒക്കെ കിട്ടുന്നത്. അപ്പം ഈ റീച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് ചില ബ്രാൻഡ്സ് നമ്മളെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റാണ് ഇടുന്നതെങ്കിൽ അതും കുറേ ഫോളോവേഴ്സും കുറേ റീച്ച് ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ ഓഡിയൻസ് അവർ ചെക്ക് ചെയ്യും. ഓഡിയൻസിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് അവർ നോക്കും, ഏത് തരം ഓഡിയൻസാണ്, ഏത് തരം ഏജ് ഗ്രൂപ്പാണ്, നമ്മൾ ഇടുന്ന കണ്ടന്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കും, ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന രീതി നോക്കും. അതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളുടെ കോണ്ടന്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയി. ഇപ്പം ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം തുടങ്ങിയ സമയത്തും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു, അത് ക്ലിക്കായി, എനിക്കത് ഭയങ്കര സക്സസ്ഫുള്ളി പോകുന്നു. ഈ ഐഡിയാസ് എങ്ങനെ കിട്ടണം ശരിക്കും? ഇത് ആരുടെ തലേന്ന് വരുന്നത്? ഇവിടെ നിന്നാണോ? അതെ, ഇത് മിത്വേട്ടനാണ് അത് ആക്ച്വലി അങ്ങനെ നമ്മൾ പാഞ്ചാലി വെസ്റ്റേണിന്റെ ഓരോരോ സാരി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് അല്ല അത്. ആക്ച്വലി നമ്മൾ സാധാരണ ഞാനിപ്പോൾ ഒരു സാരി ഇട്ടോ, അപ്പൊ നീ വന്ന് ചോദിക്കാണ് ഇത് എവിടുന്ന ഈ സാരി മേടിച്ചത്, നല്ല രസമുണ്ടല്ലോ, ആ ഒരു സെയിം പാറ്റേണിൽ മിത്വേട്ടൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് തുടങ്ങിയപ്പോൾ മാഡം മാഡം എന്ന് വിളിച്ച് തുടങ്ങി. മാഡം മാഡം വേറെ ഒരാൾ ചോദിക്കുന്ന രീതിയിൽ. പക്ഷെ അതെന്തോ പെട്ടെന്ന് ക്ലിക്കായി, മാഡം മാഡം എന്നുള്ള സാധനം. ഇപ്പൊ ഞാനിപ്പം സാരി എടുത്തു കഴിഞ്ഞാൽ ഞാൻ മിത്തോട്ടനോട് പറയുന്നത് ആ മിത്തോട്ട മാഡം മാഡം എടുക്കാലോ, ഇങ്ങനെയാണ് ഞാൻ എടുത്തില്ലല്ലോ. അല്ല, നമ്മളത് ചെയ്ത് പിന്നെ കുറെ ക്രിയേറ്റേഴ്സ് മാഡം മാഡം വിളിക്കാൻ തുടങ്ങി. അതൊരു ടാഗ് ലൈനായി മാറി മാഡം മാഡം. പിന്നെ മാഡം മാഡം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ ആദ്യം ഓടി വരെ പാഞ്ചാലി വസ്ത്ര. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസിന് എങ്ങനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട്. നമ്മൾ ഭയങ്കര ആർഭാടം കാണിച്ച് ഭയങ്കര പ്രൊഫഷണലായി ചെയ്യുമ്പം അത് പരസ്യമായി തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇതാകുമ്പോൾ വലിയ മെനക്കേടില്ല. ജസ്റ്റ് സാരി കാണിക്കുന്നു, എത്ര സിമ്പിളായിട്ട് കാണിക്കുന്നു അത്രയും സാധാരണക്കാരുടെ ഭാഷയിൽ കാണിക്കുന്നു. കാരണം നമ്മൾ സാരി വാങ്ങുന്ന ആൾക്കാരൊക്കെ ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാർ, അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതങ്ങനെ വൈറലായി. ഇപ്പം മാഡം മാഡം എടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമം. ആദ്യമൊക്കെ ആൾക്കാർ പറയാണ് മാഡം മാഡം എന്ന് കേൾക്കുമ്പോൾ ഒരു അരോചകം, നിങ്ങൾക്ക് മാറ്റി പിടിച്ചൂടെ. പക്ഷെ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ടാഗ് ലൈൻ ആയി പാഞ്ചാലി വസ്ത്രയില്. അപ്പൊ അതന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം പണ്ടിപ്പം അധികം മൈൻഡ് ചെയ്യാത്ത ഇന്ന് ഇപ്പം നിങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ അറിയുന്ന ഒരാളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോൾ കൂടെ വരും. നമ്മുടെ സക്സസ് ഉണ്ടാവുന്ന സമയത്താണല്ലോ എല്ലാവരും വരിക. സോ അന്നും ഇന്നും കൂടെയുള്ള ആളുകളും അതിനുശേഷം ഇപ്പൊ സക്സസ് ഉള്ള ആളുകൾ അന്ന് മൈൻഡ് ചെയ്ത് ഇന്ന് ഹായ് അറിയോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകൾ, അങ്ങനെ പല മുഖങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഉണ്ട്. എന്നാലും ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അന്നും ഒരേപോലെയാണ്. അന്നും ആൾക്കാരെ ട്രീറ്റ് ചെയ്തത് സെയിം ആണ്, ഇന്നും ആൾക്കാരെ ട്രീറ്റ് ചെയ്തത് സെയിം ആണ്. അപ്പൊ എനിക്കത് വലിയ ഡിഫറൻസ് എനിക്ക് മനസ്സിലാകും. ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ ക്രെഡിറ്റ്സ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഫാമിലിയിൽ നിന്നൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. മേ ബി ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ മേ ബി എൻ്റെ ഒരു അപ്രോച്ച് കൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. പുറമേന്ന് ഞാൻ കേൾക്കാറുണ്ട്, ചിലപ്പോൾ എൻ്റെ ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ നീ തൻ്റെ ഫ്രണ്ടാന്ന് പറയുമ്പം അവർക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞോട്ടെ, അവർക്ക് പ്രൗഡ് ഫീൽ ചെയ്യുന്നത് അത് അവരുടെ ഹാപ്പിനെസ് അല്ലേ, എനിക്കൊരു നഷ്ടമില്ലല്ലോ. ഈ ഹൗസ് വാമിംഗ് സമയത്ത് പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിട്ടുള്ള പരിചയത്തിലുള്ള ആളുകൾ വരെ നിങ്ങൾ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരതും പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഓർത്ത് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ സൗഹൃദത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ലൈഫില്? മിത്തേട്ടൻ ആ കാര്യത്തില് ഭയങ്കര വിശാല ഹൃദയനാണ്. മിത്തേട്ടൻ എല്ലാവരുമായിട്ടും കണക്ഷൻ വെക്കുന്ന ഒരാളാണ്. മിത്തേട്ടൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ നമ്മളെ വീട്ടിൽ കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ലിസ്റ്റ് എഴുതാം. അപ്പം ഫസ്റ്റ് നമ്മളെ ഫാമിലി മൊത്തം എഴുതി, അത് കഴിഞ്ഞ് എന്റെ എഴുതുമ്പോഴത്തേക്ക് 4 ആള് തീർന്നു. 4 ഫ്രണ്ട്സ് എനിക്ക് 4 ആളേ ഉള്ളൂ. അപ്പൊ 4 ആള് അയ്യോ തീർന്നു പോയല്ലോ. മിത്തേട്ടൻ എഴുതിയിട്ട് തീരുന്നില്ല. എന്തുവാ മിത്തേട്ട ഇത്? എന്നിട്ട് അതിൽ നിന്നും ഫിൽറ്റർ ചെയ്തിട്ടാണ് അത്രയും കോണ്ടാക്ട്സ് നമ്മൾ എഴുതുന്നത്. ഞാനാണ് ഇരുന്ന് എഴുതുന്നത്. അത്രയും കോണ്ടാക്ട്സ് ഉണ്ട് മിത്തേട്ടൻ. അപ്പൊ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മിത്തേട്ടൻ അവരായിട്ടുള്ള കോണ്ടാക്ട്സ്
ലൈഫ് ലോങ് പിന്നെ വെച്ചിരിക്കും. പക്ഷെ എന്ത് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഭയങ്കര കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, എല്ലാവരോടും സംസാരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണല്ലോ. ഫ്രണ്ട്ഷിപ്പ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്. ഒരാൾ ലാസ്റ്റ് ഇയർ മരിച്ചുപോയി. എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, ഞാനും അവനും ഡിസ്കസ് ചെയ്യാത്തയും, കാരണം ഞാനൊന്നും ഇല്ലാത്തടത്ത് നിന്ന് വളരുന്ന സമയം മുതൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മയും ഒക്കെ വിളമ്പി തന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വന്നൊരാളാണ് ഞാൻ. അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അവരെ ഹൗസ് വാമിങ്ങിന് അവരെ വീട്ടിൽ പോയി, അവരെന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ ഇത്ര നാൾ എനിക്ക് ആ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. എന്താ അറിയോ, അവിടെ പോകുമ്പം അവൻ അവിടെ ഇല്ലാലോ എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കേണ്ടി വരും. അവൻ ഇനി ഇല്ലാലോ. ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ചൊരു കാര്യം, ആ വീട്ടിൽ പോകുമ്പം ഞാൻ പ്രാർത്ഥിച്ച, ഈശ്വര അവൻ്റെ ഫോട്ടോ അവിടെ കാണിക്കല്ലേ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ വെക്കുമല്ലോ. ടുട്ടു എന്നാ പേര്. ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ ഞാൻ തളർന്നു. മിരിക്കും ഒരു ഏട്ടനെ പോലെ തന്നെയായിരുന്നു. അവിടെ പോയപ്പോൾ നമ്മൾ ആകെ ഇമോഷണലായി. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ പോകാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര റിലീഫായിരുന്നു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. അതേപോലെ ഈ ഇയർ എൻ്റെ അടുത്തൊരു ഫ്രണ്ട്, അതേപോലെ ക്ലോസ് ആയ ഫ്രണ്ട്, പ്രജിൻ എന്ന പേര്, ആളും സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ വന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചതാ. അത്രയും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ആളാ. എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സും എന്നെ വിട്ടുപോയി. അതായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഫ്രണ്ട്സുമാരെ, നമുക്ക് എല്ലാം കോൺടാക്ട്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ദൈവമേ ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. 2 പേരും എന്നെ വിട്ടുപോയി. അതെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിപ്പോയി. അവൻ്റെ വീട്ടിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇത്ര മാസമായിട്ടുണ്ടെങ്കിൽ ഒരു 6-7 months അല്ലേ. അവിടെ ഹൗസ് വാമിങ് പറയാൻ പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ലൈഫിൽ. സോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കണക്ട് ആവുന്ന ചിലരുണ്ട്. ഒരു സൗഹൃദം എന്ന് പറയുമ്പം എത്തരത്തിലൊരു സൗഹൃദമാണ് ഒരു സൗഹൃദമായിട്ട് നിങ്ങൾ കണക്കാക്കണേ? ഒരാളോട് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അതുവരെ അടുത്ത് മാത്രം എക്സ്പെക്ട് ചെയ്യുക. അതും ഒരു ലെവൽ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും ദുഃഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ ദുഃഖങ്ങൾ പറയുമ്പം അത് കേൾക്കാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളൊന്ന് അത് മോശമായിപ്പോയി എന്ന് പറയാൻ, നമ്മളോട് എന്തും തുറന്നു പറയാൻ, നമ്മളെ ശകാരിക്കാനും നമ്മളെ ചീത്ത പറയാനും നമ്മളെ സന്തോഷത്തിൽ പങ്കുചേരാൻ, ദുഃഖം വരുമ്പം അതിന്ന് നമ്മളെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കണക്ഷൻ. പിന്നെ നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ആളായിരിക്കണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല, നമ്മളുടെ നെഗറ്റീവ് സൈഡ് അറിഞ്ഞിട്ടും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളാണ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ബിഗ് സീറോ ആയിരുന്നപ്പം എങ്ങനെയായിരുന്നോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പം നമ്മൾ ഫോർച്ചുനേറ്റ്ലി ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ എങ്ങനെയാണോ ആ ഒരു സെയിം രീതിയിലാണ് അവർ എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ കൂടെയുള്ള ആ 4 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത്രയും കൊല്ലായിട്ട് എൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അവർ ഇവിടെ വീട്ടിൽ കൂടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് മീത്തുമെറി, പക്ഷെ എനിക്കിപ്പോഴും നീ നമ്മളുടെ ആ പണ്ടത്തെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഒരിക്കലും ഇങ്ങനെ അവര് കാണാൻ പാടില്ല, കാണരുത്. നമ്മളെപ്പോഴും ആ ഒരു എടാ പോടാ എന്തും ആ ഒരു റിലേഷൻ, അതാണ് ട്രൂ റിലേഷൻ ആക്ച്വലി. അപ്പം നമുക്ക് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടാന്ന് പറയുന്നത് വളരെ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ പെട്ടെന്ന് വരൂലേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെയൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യോ അങ്ങനത്തെ ഒക്കെ വരും. ആ ഒരു വൈബ് കണക്ട് ആവുമെന്ന് പറയുന്നത് ഭാഗ്യമാണ് അങ്ങനെയൊക്കെ ഫ്രണ്ടിനെ കിട്ടാൻ. ഞാനിങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട് ഇനി ഉണ്ടാവട്ടെ. എനിക്ക് ഉണ്ട്, എന്നാലും അവരൊക്കെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ചില സമയത്ത് ഞാൻ മിസ് ചെയ്യും. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയത്. ഞാൻ ഇങ്ങോട്ട് വന്ന പോലെയല്ല തിരിച്ചു പോണേ. നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്രയും ഓപ്പൺ അപ്പ് ആകാൻ പറ്റിയത്. നമ്മൾ കുറേ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുമ്പം എല്ലാ ഇന്റർവ്യൂസും നമുക്ക് അത്രയും ഒരു വൈബ് കണക്ട് ചെയ്യണമെന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ പാവ കുട്ടീനെ എയറിലാക്കണ്ട നീ, എനിക്ക് നിന്നെ മാത്രം മതിയേ. അപ്പം ശരിക്കും നമുക്ക് അത്രയും ഓപ്പൺ അപ്പ് ആകാൻ പറ്റിയത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് കൊണ്ടാണ്.
നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ റിലാക്സ് ആയിട്ട് പറയുന്നത് അല്ലെ. മെറിനെ ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറ്, മെറി ഓക്കെ ആണോ ചില സമയത്ത് മെറി പെട്ടെന്ന് അങ്ങ് ബ്ലിങ്ക് ആയിപ്പോവും. പക്ഷെ ഇന്ന് ത്രൂ ഔട്ട് ഷീ വാസ് ഓൺ ഫയർ. അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. നമ്മളുടെ ഈ ഒരു വലിയ സന്തോഷം ആ മൊമെന്റ്സ് ഷെയർ ചെയ്യാനും പങ്കുവെക്കാനും ഒക്കെ നിങ്ങൾ വന്ന് ഇത് നൈസായിട്ട് എടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഇന്റർവ്യൂസ് എനിക്ക് ചെയ്യാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒത്തിരി അടുത്ത ഇന്റർവ്യൂ നീ ചെയ്യും എന്നറിയാ. മെറിന്റെ ബിഗ് സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ചെയ്യും. എന്തൊക്കെയാണ് വെയിറ്റ് നീ മാനിഫെസ്റ്റ് ചെയ്തു. ബിഗ് സ്ക്രീനിൽ കാണാൻ പ്രൊമോഷനൊക്കെ ഇന്റർവ്യൂ ഞാനും വെയിറ്റിംഗ് ആണ്. സോ അപ്പം നമ്മുടെ സൈന 14 years ഓഫ് സൈനയുടെ ഒരു സ്നേഹ സമ്മാനം കൂടെ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പേരും താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഇതൊക്കെ ഒരു എന്താണ്, നമ്മൾ സൈന എന്നൊക്കെ പറയാൻ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഒരു ബ്രാൻഡല്ലേ. അങ്ങനെ നമ്മൾ ആ VCR ഉണ്ടാകുന്ന സമയത്ത് സൈന വരുമ്പം എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നതിന് അതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും എന്താണ് വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ കൂടെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഡെസ്റ്റിനിയാണ് അല്ലേ മെറി? 40 വയസ്സ് ഇതിനാടി, എനിക്കല്ല. ഞാൻ ചെറുപ്പത്തില് സൈന വന്നിട്ട് കൊറേ വർഷങ്ങളായി. ഇല്ല മെരിക്ക് അറിയേണ്ട വയസ്സ്. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഗിഫ്റ്റിനും ഒരുപാട് താങ്ക്സ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്റർടൈൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുക. അപ്പം എപ്പോഴും കൂടെയുണ്ട്. കൂടെയുള്ള ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പം വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പുതിയ ഓരോ സ്റ്റെപ്പിനും വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളുടെ വേറൊരു എനർജി ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ, നമ്മൾ ഓരോന്ന് പറയുമ്പം ഈ നമ്മുടെ ഷോ ഡയറക്ടറും ക്യാമറാമാനും ഇടക്കിടക്ക് ഒരു ലാഫ്റ്റർ ഉണ്ട്. അത് നമ്മൾ പറയുന്നൊക്കെ ക്ലിക്ക് ആവുന്നുണ്ടല്ലോ. അതും കൂടെ ഒരു എനർജി ബൂസ്റ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ രണ്ടുപേരും. എന്നാലാണ് നമ്മൾ മാത്രമല്ല എല്ലാവരും ഈ ഇന്റർവ്യൂ കൊടുക്കുന്നവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ, അവരൊന്ന് ബൂസ്റ്റപ്പ് ആകും. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.